ലോക്സഭാ തെരഞ്ഞെടുപ്പും തുടർന്നുണ്ടായ പൊട്ടിത്തെറികളുമാണ് എൻ.സി.പിക്ക് വലിയ തിരിച്ചടിയായത്. മുന്നണിയിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് നിലവിൽ എൻ.സി.പി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് കാരണം എൻ.സി.പിയെ കൂടെ നിർത്തിയതാണ് എന്ന വിമർശനവും എൻ.സി.പിക്ക് ഏറ്റ വലിയ ആഘാതം തന്നെയാണ്. തെരഞ്ഞെടുപ്പിൽ കേവലം ഒരു സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു എൻ.സി.പി അജിത് പവാർ പക്ഷത്തിന്. തുടർന്നാണ് പാർട്ടിയിൽ വലിയ തരത്തിലുള്ള പൊട്ടിത്തെറികൾക്ക് തുടക്കം കുറിക്കുന്നത്. വലിയ പ്രതീക്ഷയോടെ അജിത് പവാർ പക്ഷം സ്വന്തം ഇഷ്ടത്തിന് നീക്കിയ എല്ലാ കരുക്കളും ഇതോടെ പാളിപ്പോയി. മാത്രമല്ല, അത് പാർട്ടിക്കുള്ളിൽ തന്നെ ഭിന്നത രൂക്ഷമാക്കി. ആ ഭിന്നതയുടെ ആകെത്തുകയാണ് ഇപ്പോൾ അജിത് പവാർ പക്ഷത്തിൽ നിന്ന് 4 MLA-മാർ ശരത് പവാർ പക്ഷത്തിനൊപ്പം ചേർന്നത്. മഹാരാഷ്ട്രയിൽ അജിത് പവാറിന്റെ എൻ.സി.പിക്ക് വലിയ തിരിച്ചടിയാണ് ഇതോടെ സംഭവിച്ചത്. അജിത് പവാർ പക്ഷത്തെ 4 പ്രമുഖ നേതാക്കൾ പാർട്ടി വിട്ടു. മഹാരാഷ്ട്രയിലെ പിംപ്രി ചിഞ്ച്വാദിൽ നിന്നുള്ള നേതാക്കളാണ് രാജിവെച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് ശേഷം അജിത് പവാർ വിഭാഗത്തിലെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. ഇതോടെ പല പ്രമുഖരും എൻ.സി.പി വിടുന്നുണ്ട്. ആകെ ഒരു സീറ്റിൽ മാത്രമാണ് പാർട്ടി വിജയിച്ചത്. അതേസമയം രാജിവെച്ച 4 പേരും ശരത് പവാറിന്റെ എൻ.സി.പി വിഭാഗത്തിൽ ചേരുമെന്നാണ് അഭ്യൂഹങ്ങൾ. എൻ.സി.പിയുടെ പിംപ്രി ചിഞ്ച്വാദ് അധ്യക്ഷനായ അജിത് ഗൗഹാനെയാണ് പാർട്ടി വിട്ടവരിൽ പ്രമുഖർ. അജിത് പവാറിനാണ് ഇവർ രാജി സമർപ്പിച്ചത്. പിംപ്രി ചിഞ്ച്വാദ് വിദ്യാർത്ഥി വിംഗ് അധ്യക്ഷൻ യാർ സേന, മുൻ കോർപ്പറേറ്ററായ രാഹുൽ ബോസലെ എന്നിവരാണ് പാർട്ടി വിട്ട മറ്റുള്ളവർ. നേരത്തെ തന്നെ അജിത് പവാർ ക്യാമ്പിലെ നിരവധി നേതാക്കൾ ശരത് പവാർ പക്ഷത്തേക്ക് പോകാനിരിക്കുകയാണ് എന്ന അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. അതിനിടെയാണ് 4 പേർ രാജിവെച്ചത്. തെരഞ്ഞെടുപ്പ് ഫലത്തോടെ യഥാർത്ഥ എൻ.സി.പി ആരാണെന്ന സംശയത്തിനും ഉത്തരം ലഭിച്ചിരുന്നു. തന്റെ പാർട്ടിയെ ദുർബലമാക്കാൻ ശ്രമിച്ചവരെ തിരിച്ചെടുക്കില്ല എന്ന് ശരത് പവാർ നേരത്തെ തന്നെ പറഞ്ഞതാണ്. എന്നാൽ അതേസമയം തന്നെ പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കാത്തവരെ തിരിച്ചെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ശരത് പവാറിന്റെ വിശ്വസ്തനായിരുന്ന ഭുജ്ബൽ അജിത് പവാറിനൊപ്പം ചേർന്നത് വലിയ ഞെട്ടലാണ് പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കിയത്. സംസ്ഥാനത്തെ OBC വിഭാഗത്തിന്റെ വോട്ട് മുഴുവൻ ഭുജ്ബലിന് മേലായിരുന്നു. മറാത്ത സംവരണം കൂടി അദ്ദേഹം എതിർത്തപ്പോൾ മുതൽ അജിത് പവാർ പക്ഷത്തിൽ വിള്ളൽ വീണു തുടങ്ങി. തുടർന്ന് അദ്ദേഹം കാസ്റ്റ് സെൻസസിനെ എതിർത്തുകൊണ്ട് മുന്നോട്ട് വന്നതും എൻ.സി.പി ആശയങ്ങളെ എതിർക്കുന്നതിന്റെ സൂചനയായിരുന്നു. കൂടാതെ തന്നെ പാർട്ടിയിൽ ആലോചിക്കാതെ അജിത് പവാറിന്റെ ഭാര്യയെ ശരത് പവാറിന്റെ മകളായ സുപ്രിയ സുലെ മത്സരിക്കുന്ന അതേ മണ്ഡലത്തിൽ മത്സരിപ്പിച്ചപ്പോൾ വീണ്ടും എൻ.സി.പി അജിത് പവാർ പക്ഷത്തിൽ പൊട്ടിത്തെറിയുണ്ടാവുകയായിരുന്നു. മാത്രമല്ല, ഈ നീക്കത്തിലൂടെ വലിയ പരാജയമാണ് അജിത് പവാർ നേരിടേണ്ടി വന്നത്. ഇതോടെ എൻ.സി.പിയെ നെടുകെ പിളർത്തി എൻ.ഡി.എയുമായി ലയിക്കാൻ തീരുമാനിച്ച അജിത് പവാറിന് തിരിച്ചടി തുടങ്ങുകയായിരുന്നു. ഒരർത്ഥത്തിൽ RSSൽ നിന്നും മുന്നണിയിൽ നിന്ന് പോലും അജിത് പവാറിന് വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത്. ഓർഗനൈസറിൽ പോലും എൻ.ഡി.എക്ക് ഏറ്റ തിരിച്ചടിയുടെ പ്രധാന കാരണം അജിത് പവാർ പക്ഷത്തോടു കൂടെ ചേർന്നതാണ് എന്നുള്ള വിശകലനങ്ങൾ പോലും വന്നിരുന്നു. ഇതും അജിത് പവാറിന് തിരിച്ചടിയായി. എൻ.ഡി.എയിലേക്ക് പോകുവാൻ ശരത് പവാറിന് മുന്നിൽ കനത്ത സമ്മർദ്ദമായിരുന്നു അജിത് പവാറും BJP നേതൃത്വവും നടത്തിയിരുന്നത്. വലിയ വാഗ്ദാനങ്ങളും നൽകിയിരുന്നു. എന്നാൽ സുപ്രിയ സുലെ എന്ന ശരത് പവാറിന്റെ മകളുടെ നിർബന്ധം മൂലമാണ് ശരത് പവാർ അത്തരമൊരു നീക്കത്തിലേക്ക് തയ്യാറെടുക്കാതിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലെ ശക്തരായ നേതൃനിരയിലെ ഒരാളാണ് ശരത് പവാർ. എന്നാൽ അതേസമയം തന്നെ എൻ.ഡി.എയുടെ ഒപ്പം ചേർന്ന അജിത് പവാർ ഏറെക്കുറെ നടുക്കടലിൽപ്പെട്ട അവസ്ഥയിലാണ്. തിരിച്ച് ശരത് പവാർ പക്ഷത്തേക്ക് പോകാൻ തീരുമാനിച്ചാൽ തിരിച്ച് സ്വീകരിക്കുകയില്ല എന്ന് ശരത് പവാർ ആദ്യമേ വ്യക്തമാക്കിയതാണ്. എന്നാൽ MLA-മാരെ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ തിരിച്ച് NDA സഖ്യത്തിന്റെ കൂടെ ശക്തമായി തുടരാമെന്ന് കരുതിയാലും അവിടെയും തിരിച്ചടി തന്നെയാണ് ഫലം. അതുകൊണ്ട് എൻ.സി.പി അജിത് പവാർ പക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാ പ്രതിസന്ധികളും സഹിച്ചുകൊണ്ട് എല്ലാ വിമർശനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് NDA-യുടെ കൂടെ തുടരുകയാണ് ഉചിതം. എടുത്തുചാട്ടവും അത്യാർത്തിയും മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റമുണ്ടാക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും മുന്നണിയിൽ നിലനിൽക്കാനെങ്കിലും സാധിക്കൂ. അല്ലെങ്കിൽ വരാനിരിക്കുന്ന മറ്റ് തെരഞ്ഞെടുപ്പുകളിലും കനത്ത തിരിച്ചടി തന്നെയായിരിക്കും ഫലം. പ്രത്യേകിച്ചും അടുത്ത വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളും തദ്ദേശ തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ ഇന്ത്യ മുന്നണിക്ക് ഏറെ പ്രതീക്ഷയുള്ള തെരഞ്ഞെടുപ്പുകൾ തന്നെയാണ്. മാത്രമല്ല, ഇന്ത്യ മുന്നണിയിലെ കരുത്തരായ പലരും ഇന്ത്യ മുന്നണിയിൽ നിന്നും മാറിപ്പോയ സാഹചര്യത്തിൽ ശരത് പവാറിന് ഇപ്പോൾ ഏറെക്കുറെ വലിയ ശക്തന്റെ, ഒരർത്ഥത്തിൽ കിങ് മേക്കറിന്റെ റോൾ തന്നെയാണുള്ളത്. ഈ സാഹചര്യം യഥാർത്ഥത്തിൽ ശരത് പവാർ എൻ.സി.പി പക്ഷത്തിന് ഒരു മേൽക്കൈ തന്നെയാണ്. എന്നാൽ അതേസമയം എൻ.സി.പി പക്ഷത്തെ വലിയ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് കടന്നുപോയ അജിത് പവാർ പക്ഷത്തിന് വലിയ തിരിച്ചടിയുമാണ് ലഭിച്ചിട്ടുള്ളത്. മാത്രമല്ല, 2024 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ NDA മുന്നണിക്ക് ഉണ്ടായിരുന്നത്. മാത്രമല്ല, ആ പരാജയം മഹാരാഷ്ട്രയിലെ അജിത് പവാർ പക്ഷത്തെയും തകർത്ത് കളഞ്ഞു. എൻ.സി.പി 2 പക്ഷമായി പിരിഞ്ഞതോടെ ആരാണ് യഥാർത്ഥ എൻ.സി.പി എന്ന ചോദ്യവും ഏറെ പ്രസക്തമായി തന്നെ ഉയർന്നു വന്നതാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടുകൂടി ആരാണ് യഥാർത്ഥ എൻ.സി.പി എന്ന് ശരത് പവാർ പക്ഷം തെളിയിച്ചും കഴിഞ്ഞു. എന്തുതന്നെയാണെങ്കിലും അജിത് പവാർ പക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിൽ നിറഞ്ഞ കാലഘട്ടം തന്നെയാണ്. ഇനി ഒത്തൊരുമയോടെ പ്രവർത്തിച്ച് മുന്നേറുകയല്ലാതെ മറ്റൊരു പോംവഴിയും അദ്ദേഹത്തിന് മുന്നിലില്ല.